ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പുതിയൊരു ഡിഷ്, ഇതെന്താ പറയുക എടുത്തിരിക്കുന്നത്, പാർബോയിൽഡ് റൈസ്, പുഴുങ്ങലരി എന്ന് പറയും. ഇത് പച്ചരി വെച്ചിട്ടും ചെയ്യാം, പുഴുങ്ങലരി വെച്ചിട്ടും ചെയ്യാം. ഈ ഡിഷിൻ്റെ പേര് മോർക്കളി. മോർക്കളി എന്ന് പറഞ്ഞാൽ മോരുപയോഗിച്ചിട്ട് ഒരു കളി എന്ന് പറഞ്ഞാൽ കളിക്കുകയല്ല കേട്ടോ, ഇത് ഒരു ഡിഷാണ്. ഇത് പണ്ട് ബ്രാഹ്മിൻസൊക്കെ ഉണ്ടാക്കുന്ന വളരെ വളരെ പണ്ട് അവർ ഇപ്പോഴും ഉണ്ടാക്കുന്നൊരു എളുപ്പമുള്ളൊരു പാചകമാണിത്. ഇതവർ പച്ചരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ, പച്ചരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിത് പുഴുങ്ങലരി വെച്ചിട്ട് ചെയ്യണം. എന്താ കാരണം വെച്ചാൽ കുറച്ചുകൂടി അതിന് ടേസ്റ്റ് കൂടും. സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടി, പിട്ടുപൊടി, പത്തിരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാം. പുഴുങ്ങലരി വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കണേ, ഇങ്ങനെയുള്ളൊരു കപ്പ് അരി എടുത്തിട്ട് വെള്ളത്തിലിടുക. എന്നിട്ടൊരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ നന്നായി അരയ്ക്കുക. ഇപ്പോൾ ഞാൻ ഇതിനെ കുതിർത്തിയിട്ട് ഇപ്പോൾ അങ്ങനെ അരച്ചു. ഞാനിത് ഈ മാവിനെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് അങ്ങനെ അരച്ചെടുത്തൊരു മാവാണിത്, പുഴുങ്ങലരി മാവ്. ഇത്തിരി നന്നായി അരയണം. എന്നിട്ട് ഈ മാവിൽ നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിടണം. എന്താ കാരണം വെച്ചാൽ ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ഉപ്പാണ് ഇടുന്നത്. ഇതിൽ കൊണ്ടാട്ട മുളകിട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ കൊണ്ടാട്ട മുളകിൻ്റെ ഉപ്പും ഉണ്ടാവും ഇതിലേക്ക്. ഇനി ഇതിപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് അരി കൊണ്ട് അരച്ച മാവാണ്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് മോര്, നല്ല പുളിച്ച മോരാണെങ്കിൽ 1 കപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം ഒഴിക്കുക. പുളിക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 കപ്പ് ഒഴിക്കുക. ഇതിപ്പോൾ എൻ്റെ നല്ല പുളിച്ച മോരാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇങ്ങനെ 1 കപ്പ് മോരൊഴിക്കുകയാണ് ഈ മാവിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം. സോ 1 കപ്പ് മോര് നല്ല പുളിച്ചത്, അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് വേറെ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ 1 കപ്പാണ് ചേർത്തിരിക്കണം. ഇപ്പോൾ നോക്കിക്കോളൂ, 1.5 കപ്പല്ല, 1 കപ്പ്. 1 കപ്പ് മോരും 1 കപ്പ് വെള്ളവും. ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി, ഇതിന് നല്ല കായത്തിൻ്റെ മണം ഉണ്ടാവണം, അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നല്ലോണം ഇടാം, 1 ടീസ്പൂൺ കായം ഇടാം കേട്ടോ. കായം ഇട്ടാൽ വളരെ നല്ലതാണ്, നല്ല മണം കിട്ടും. അപ്പോൾ ഞാൻ കായം ഇട്ടു. ഇനി ഞാൻ ഇതിൽ വറുത്തിടാൻ പോവുകയാണ്. വറുത്തിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പം ഞാനിതിനെ എന്തൊക്കെയാണ് വറുത്തെടുക്കാൻ പോകണമെന്ന് കാണിക്കട്ടെ. ഇപ്പം ഞാൻ ഇങ്ങനെ വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാവ് ഇളക്കുമ്പോൾ നമുക്ക് നല്ലൊരു കട്ടിയുള്ള ചീനച്ചട്ടിയാണ് വേണം കേട്ടോ, നല്ല അടികട്ടിയുള്ള പാത്രം വേണം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ അവരുണ്ടാക്കുന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുതരാം, നല്ലെണ്ണയിലാണ് ചെയ്യുക. നല്ലെണ്ണ കുറച്ചും കൂടി ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ചെയ്യണേ. ഈ വെളിച്ചെണ്ണയിൽ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ കൊണ്ടാട്ട മുളക്, ഇതിൽ സാധാരണ ചുവന്ന മുളക് ഇടാം, പക്ഷേ കൊണ്ടാട്ട മുളക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഈ കൊണ്ടാട്ട മുളക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഈ കൊണ്ടാട്ട മുളക് ആദ്യം വറുത്തെടുത്തു. എന്താ അറിയോ, അത് കടുക് വറുക്കുന്നതിന് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വല്ലാണ്ട് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഈ പാകത്തിന് ഇതിനെ വറുത്തെടുത്തു. ഇനി ചെയ്യുന്നത് എന്താ അറിയോ, ആ എണ്ണയിൽ തന്നെ ഈ കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, കടലപ്പരിപ്പ്, എന്നിട്ട് ഞാൻ ഈ മാവ്, ഇത് നല്ല വാട്ടറി ആയിരിക്കും. ഈ മാവിനി കിണ്ടുമ്പോൾ നമ്മളിതിനെ നമ്മളിതിനെ ചെറിയ തീയിൽ വെച്ചിട്ട് അതിനെ ഇളക്കിയെടുത്തിട്ട് അതിനെ എന്താ പറയുക, നമ്മൾ ഈ കൂവടയൊക്കെ പാകം, ഒരുപാട് തീയിൽ എന്താ പറയുക, ഈ മാവ് നല്ലോണം വേവണം. വെന്തിട്ട് അതിങ്ങനെ നല്ലോണം ഉരുണ്ട് വരണം. ഇതിലൊന്നും ഇങ്ങനെ പിടിക്കാതെ മാവ് സെമി സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അലുവയൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, ആ പാകമാവണം. അതിനെന്താ അറിയോ, നമ്മളിപ്പോൾ ഇത് തീ വളരെയധികം കൂട്ടി വെച്ചിട്ട് ചെയ്താൽ അത് വേഗം
അരിയല്ലേ, അത് വേഗം ഉരുണ്ട് അങ്ങനെ കട്ടയായിട്ട് വരും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നന്നായി വെന്ത് വരണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനിങ്ങനെ മെല്ലെ സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൻ്റെ കൂടെ ഇടയ്ക്കൊന്ന് ആ ഉപ്പ് മതിയാവുമോ എന്ന് നോക്കേണ്ടി വരും. കൊണ്ടാട്ട മുളകൊക്കെ ഇടുമ്പോഴേക്കും അത് ശരിയാവും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ലാസ്റ്റ് ഇറക്കി വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി കായം വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിതൊന്ന് ഇളക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ സെമി സോളിഡായിട്ട് വരുന്നുണ്ട്, കണ്ടോ? ഇത് എണ്ണ നല്ലോണം ഉണ്ട് ഇതിൽ. എണ്ണ ഇല്ലെങ്കിൽ എന്താ വിചാരിച്ചാൽ അങ്ങനെ കട്ട കുത്തി പോകും. പക്ഷേ നമ്മളിത് കൈ വിടാതെ ഇളക്കണം. ഈ കൊണ്ടാട്ടം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, കൈ വിടാതെ ഇളക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ കട്ട കുത്തിയിട്ട് അങ്ങനെ ആവും. തീയും തന്നെ നല്ല മീഡിയത്തിൽ സ്മോൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം എന്ന് ഞാൻ പറയില്ല, ചെറിയ തീയിൽ വെക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇനി അങ്ങനെ ആയിക്കൊണ്ട് വരും. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഇങ്ങനെ സെമി സോളിഡായി. പക്ഷെ അത് വിട്ട് വരുന്ന പാകം ഉണ്ടല്ലോ, ചീനച്ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകം, അതാണ് ഇത് വെന്തു എന്ന് കണക്കാക്കുന്നത് കേട്ടോ. കട്ട കുത്താതെ നോക്കണം. ഈ സമയത്ത് ഞാൻ ആ കൊണ്ടാട്ട മുളക് ചേർക്കുകയാണ്. അതിന് വെറുതെ ഞാൻ കൈ കൊണ്ടൊന്നിങ്ങനെ കുത്തി, ഇത്രയേ ഉള്ളൂ. മറ്റേ മുളക് ഇട്ടിട്ട് ചെയ്യുക, പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചുവന്ന മുളകോ പച്ചമുളകോ ഒക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഐറ്റമാണ്. എന്താ വെച്ചാൽ സ്റ്റീമായിട്ടാണല്ലോ അത് വരണത്. കിണ്ടി എടുക്കുകയാണെങ്കിലും ഇത് ശരിക്കും റാഗി പൗഡർ വെച്ച് ചെയ്യും, ഗോതമ്പ് മാവ് വെച്ച് ചെയ്യും. അതൊക്കെ കുറച്ചുകൂടി ഹെൽത്തിയർ ഓപ്ഷൻസ്. ഇതിനി നന്നായി ഒന്നിങ്ങനെ കിണ്ടി വരട്ടെ. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ മാവ് ഇങ്ങനെ ഈ ചീഞ്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതുണ്ടോ? ഇതുണ്ടോ? ഇതാണ് ഇതിൻ്റെ പാകം. നമ്മളിങ്ങനെ ഇതിനെ കൈ കൊണ്ടൊന്നിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടില്ല. നോക്കൂ, ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാണ് ഞാൻ. എന്നിട്ട് അതിനെയൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി, കണ്ടോ? ഇതിനെ ഇങ്ങനെ ഒപ്പം ലെവലാക്കിയിട്ട് നല്ലോണം ഇങ്ങനെ ലെവലാക്കിയിട്ട് ആറിയ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് മുറിക്കണമെന്ന് കേട്ടോ. ഇപ്പം ഞാനിതിനെ തണുത്തു. ഞാനിതിനെങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പുമാവ് മാതിരി അങ്ങനെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതിനെങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കഷ്ണാക്കാൻ പോവുകയാണ്. കഷ്ണാക്കി എടുത്തിട്ട് എന്നിട്ട് ഇനി ഇങ്ങനെ മുറിക്കും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, ലൈറ്റായിട്ട് വരും. ഡിന്നറായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിലും അത്ര ഹെവി അല്ല. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആവശ്യമില്ല. ഇതാ നോക്കിക്കോളൂ, ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട്. അപ്പോൾ എൻ്റെ മോർക്കളി ഇപ്പം റെഡി ആയിട്ടോ. കണ്ടോ, ഇങ്ങനെ ഓരോ പീസായിട്ട് ഇതിങ്ങനെ കിട്ടും. ശരിക്കിത് ആലുവയൊക്കെ മുറിക്കണ മാതിരി നമുക്ക് മുറിച്ചാൽ കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. ഒന്നും വേണ്ട ഇതിനെ കൂടെ കഴിക്കാൻ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമന്തിയോ നല്ല തക്കാളി സമന്തിയോ പുളി സമന്തിയോ ചട്നിയോ ഒക്കെ കൂടി ഒപ്പി കഴിക്കാം. സാധാരണ ഇതിങ്ങനെ കഴിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ മോർക്കളി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഭംഗി ഇങ്ങനെയാണ് വരിക. അല്ല നിങ്ങൾക്ക് ഉപ്പുമാവായിട്ട് തന്നെ കഴിച്ചാൽ മതിച്ചാൽ അതിനെ അങ്ങനെ ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് അതിനെ ചൂടാറിയിട്ടോ ചൂടോടെ കഴിക്കണം എന്നാണ്. നല്ല ടേസ്റ്റായിരിക്കും ഫ്രണ്ട്സ്. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുണ്ടാക്കി നോക്കുക. ആ വെള്ളത്തിൻ്റെ പാകം, കിണ്ടുന്ന പാകം, കയ്യിലൊട്ടാതെ അതെല്ലാം ചീൻചട്ടിയിൽ നിന്ന് നന്നായി ഇളക്കി എല്ലാം കൂടി വരുന്ന സമയത്തേ അത് നിർത്താൻ പാടുള്ളൂ. കുറച്ച് നേരം ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു റെസിപ്പിയായി കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധ മേനോൻ.